ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ നിതിൻ രാജിന്റെ ഭരണത്തിൽ പുതിയ അന്വേഷണ സംഘം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രനാണ് അന്വേഷണ ചുമതല. റാമിന്റെ അറസ്റ്റിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച കേസിന്റെ അന്വേഷണം പുതിയ ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റെടുത്തു. DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇനി മുതൽ കേസ് അന്വേഷിക്കുക. SP മോഹനചന്ദ്രൻ മേൽനോട്ടം വഹിക്കും. അതിനിടെ ഡോക്ടർ റാമിന്റെ അറസ്റ്റിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള ഹർജി നാളെ അഡീഷണൽ സെഷൻസ് കോടതി തലശ്ശേരിയിൽ പരിഗണിക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് കണ്ട് കോടതി റദ്ദ് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ ഹർജി DYSP നൽകിയത്. ഡോക്ടർ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിൽ വീഴ്ചയുണ്ടായോ എന്ന് വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വീഴ്ച സംഭവിച്ചു എന്ന് പ്രാഥമികമായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ സംഘത്തെ മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് അന്വേഷിക്കാനുള്ള ചുമതലയായിട്ടുണ്ട്. ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കും. ഞാൻ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചതാണ്. പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നടപടിയെടുക്കാൻ DGPയോട് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും.